ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 153 വാല്യം 4 സ്ത്രീകളുടെ ദൗത്യത്തെപ്പറ്റി ഈശോ ശിഷ്യന്മാരോട് പറയുന്നു. പത്രോസേ, നിനക്കെന്തു പറ്റി? നീ വളരെ അസംതൃപ്തനായി കാണപ്പെടുന്നല്ലോ. ഒരു നാട്ടുപാതയിലൂടെ നടന്നുകൊണ്ടിരുന്ന ഈശോ ചോദിച്ചു. ആ പാതയോരത്ത് ബദാം ചെടികൾ പൂത്തു നിന്നിരുന്നു. ഏറ്റവും മോശമായ കാലാവസ്ഥ കഴിഞ്ഞു എന്നതിന്റെ സൂചനയായിരുന്നു അത്. ഗുരു, ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി. എന്നാൽ പൊതുവെ സന്തോഷമുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ലല്ലോ. അവിടുത്തേക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ഞങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ലല്ലോ. അതെ, എനിക്കറിയാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ പിതാവായ ദൈവത്തിനും അറിയാം. എന്നാൽ ആവശ്യങ്ങൾ തുറന്നു കാണിക്കുന്ന ആത്മബന്ധവും സഹായാഭ്യർത്ഥനയും അവിടുന്ന് മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ദുഃഖിതനായി കഴിയുന്നത് ശരിയല്ലെന്ന് പറയാൻ എനിക്ക് കഴിയും. അതായത്, എന്റെ ഭാര്യയ്ക്ക് അങ്ങയോട് ആദരവുണ്ടെന്നോ? ഉണ്ടല്ലോ പത്രോസ്. എന്തുകൊണ്ട് അവൾക്ക് അങ്ങനെ ആയിക്കൂടാ? സ്വർഗത്തിൽ എന്റെ പിതാവിന് അനവധി വാസസ്ഥലങ്ങളുണ്ട്. അവയിൽ പലതും മനുഷ്യരുടെ ഭൂമിയിലെ പ്രവർത്തന ഫലമാണ്. പരിശുദ്ധമായ രീതിയിൽ ജീവിക്കുന്നവരെല്ലാം അനുഗ്രഹീതരാണ്. മേരിമാരെയും സൂസന്നമാരെയും അനുകരിക്കാത്ത സ്ത്രീകളെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയരുത്. എന്റെ ഭാര്യ അങ്ങയെ വിശ്വസിക്കുന്നുവെങ്കിലും മറ്റു പല സ്ത്രീകളെയും പോലെ അങ്ങയെ അനുഗമിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ബർത്തലോമ്യോ പറഞ്ഞു. എന്റെ ഭാര്യയ്ക്കോ പെൺമക്കൾക്കോ അത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ നമുക്ക് ഏതു സമയവും ആതിഥ്യമരുളുവാൻ തയ്യാറുള്ള അവർ വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഫിലിപ്പോസ് പറഞ്ഞു. എന്റെ അമ്മയും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ചു വരാൻ അവർക്ക് കഴിയുകയില്ല. അവർ താൻ പോരുമയുള്ള ഒരു സ്ത്രീയാണ്. ഇസ്കാരിയോത്ത പറഞ്ഞു. അത് ശരിയാണ്, എനിക്ക് ദുഃഖമുണ്ട്. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ വെറും ഞാനൊന്നും പറയുന്നില്ല. പത്രോസ് പ്രതികരിച്ചു. പത്രോസ്, നീ ഭാര്യയെ വിമർശിക്കേണ്ട. അവർ ഒരു നല്ല സ്ത്രീയാണ്. ഈശോ പറഞ്ഞു. അവർ ഒരു നാണം കുണുങ്ങിയാണ്. മകളെയും മരുമകളെയും എല്ലാം ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരുത്തിയാണ് അവരുടെ അമ്മ. അന്ത്രയോസ് അഭിപ്രായപ്പെട്ടു. എന്നാൽ എന്നോടൊപ്പം ഇത്രകാലം കഴിഞ്ഞപ്പോഴെങ്കിലും അവരിൽ മാറ്റം വരേണ്ടതായിരുന്നു. ഹേയ് സഹോദരാ, അങ്ങ് ഒന്ന് മനസ്സിലാക്കണം. അങ്ങ് അത്ര വലിയ മര്യാദക്കാരനൊന്നുമല്ല. ഒരാൾ നാണം കുണുങ്ങിയാണെങ്കിൽ അതിന്റെ കുറവ് തീർക്കുന്ന അച്ചാണി പോലെയാണ് നിങ്ങൾ. എന്റെ നാത്തൂൻ വളരെ നല്ല സ്വഭാവക്കാരിയാണ്. തന്റെ അമ്മയെയും അവരുടെ ദുശാഠ്യത്തെയും നിങ്ങളെയും നിങ്ങളുടെ മേൽക്കോയ്മയെയും അവർ സദാ സഹിക്കുന്നു എന്നത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും നല്ല തെളിവ്. അന്ത്രയോസിന്റെ തുറന്നടിച്ചുള്ള ഈ വർത്തമാനം കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. തന്റെ മേൽക്കോയ്മയെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ പത്രോസ് അന്തം വിട്ടുപോയി. ഈശോയും ഹൃദയം തുറന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, എന്നിൽ വിശ്വാസമുള്ള സ്ത്രീകൾ എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്നാലും അവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അഥവാ എല്ലാവരും എന്നെ അനുഗമിക്കുന്ന പക്ഷം ചിലരോടൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഞാൻ പറയും. ഇപ്പോൾ ചില സ്ത്രീകൾ എന്നെ അനുഗമിക്കാൻ തുടങ്ങുന്നു. അതോടെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി എന്നിൽ വന്നു ചേർന്നിരിക്കുന്നു. യാത്രക്കിടയിൽ അവരെ എവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കണം. അല്ലാത്ത പക്ഷം അത് അന്തസ്സില്ലാത്ത ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായിരിക്കും. ഞാനും ശിഷ്യന്മാരും കൂടി എവിടെയെങ്കിലും ഒരിടത്ത് കിടന്നുറങ്ങും. എന്നാൽ സ്ത്രീകളെ ഞങ്ങളുടെ കൂടെ പാർപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്തെന്നാൽ അവർ കൂടുതൽ ആദരവ് അർഹിക്കുന്നു. ദൈവകൃപയെയും പ്രകൃതിയെയും ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ അതും കണക്കിലധികമാവാൻ പാടില്ലല്ലോ. ഇപ്പോൾ സുഹൃത്തുക്കളുടെ വീടുകളിൽ ചെന്നാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും സഹോദരിമാർ ഉണ്ടാവും. പത്രോസെ, പീലിപ്പോസെ, ബർത്തലോമിയോ, യൂദാസ്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ആതിഥ്യം സ്വീകരിക്കുവാൻ ഞാൻ വരാറുണ്ടല്ലോ. നമ്മെപ്പോലെ ഇടതടവില്ലാതെ സഞ്ചരിക്കുവാൻ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയുമെന്ന് നാം പ്രതീക്ഷിച്ചുകൂടാ.
അതിനു പകരം നമ്മുടെ വിശ്രമ സങ്കേതങ്ങളിൽ അവർ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയായാൽ രാവിലെ ഒരിടത്ത് നിന്ന് തിരിച്ച് സന്ധ്യയ്ക്ക് മറ്റൊരിടത്ത് ചെന്ന് താവളം അടിക്കുവാൻ നമുക്ക് കഴിയും. വിശ്രമവേളകളിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ അവരോട് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ ആർക്കും പരാതി ഉണ്ടാവുകയില്ല. അഥവാ വല്ല സ്ത്രീകൾക്കും പരാതി ഉണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാമല്ലോ. എന്നെ അനുഗമിക്കുന്ന അമ്മമാരും കുടുംബിനികളും അവരുടെ സഹോദരിമാർക്കും എനിക്കും എതിരായി ലോകർ വല്ലതും പറഞ്ഞാൽ അതിനെ എതിർക്കും. എനിക്ക് എവിടെയൊക്കെ സ്നേഹിതരുണ്ടോ അവിടെയൊക്കെ പാഞ്ഞെത്തി കുശലം പറഞ്ഞ് കടന്നു പോവുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, എന്റെ ദുർബലരായ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അവർ തങ്ങളുടെ ദൗർബല്യത്താൽ നമ്മെ ശക്തിപ്പെടുത്തുകയും ധാരാളം പേർക്ക് സഹായമരുളുകയും ചെയ്യുന്നു. നാം ഇപ്പോൾ കേസറിയയിലേക്ക് പോവുകയാണെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. അവിടെ ആരാണുള്ളത്? സത്യദൈവത്തെ അന്വേഷിക്കുന്നവരെ എവിടെയും കണ്ടെത്താം. ഇളം ചുവപ്പ് നിറത്തിലുള്ള ബദാം പൂക്കൾ വസന്തകാല ആഗമനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശീതകാലം പോയിക്കഴിഞ്ഞിരിക്കുന്നു. നാം എവിടെയൊക്കെ പോകണമെന്നും നമ്മെ അനുഗമിക്കുന്ന വനിതാ ശിഷ്യരെ എവിടെയൊക്കെ താമസിപ്പിക്കണമെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ തീരുമാനിക്കും. അങ്ങനെയായാൽ ഈ സഹോദരിമാരെ പ്രതി ബുദ്ധിമുട്ടാതെ നമുക്ക് ദൈവവചനം പ്രസംഗിക്കാം. പിന്നെ യാതൊരുവിധ അപവാദത്തെയും ഭയപ്പെടേണ്ടതില്ല. അവരുടെ ക്ഷമയും ദയയും നിങ്ങൾക്കൊരു പാഠമായിരിക്കുകയും ചെയ്യും. ഈ സ്ത്രീകളെ പുനരധിവസിപ്പിക്കേണ്ട സമയം ഇതാ സമാഗതമായിരിക്കുന്നു. എന്റെ സഭയിൽ പരിശുദ്ധരായ കന്യകകളും ഭാര്യമാരും അമ്മമാരും ധാരാളമായി ഉണ്ടായിരിക്കും.